കല്ലടിക്കോട് മലയോര മേഖലയ്ക്ക് സമീപത്തുള്ള ജനവാസ കേന്ദ്രങ്ങളിൽ നിത്യസന്ദർശകരായി കാട്ടാനക്കൂട്ടങ്ങൾ. കല്ലടിക്കോട്, കുന്നത്തുകാട്, ചക്കാംതൊടി, കളപ്പാറ, മുട്ടിയൻകാട് ഭാഗങ്ങളിലാണ് കാട്ടാന ശല്യം രൂക്ഷമാകുന്നത്. പലയിടത്തും വാഴകൃഷികൾ, തെങ്ങ്, കവുങ്ങ് തുടങ്ങിയവ നശിപ്പിച്ചുമാണ് ഇവ കാടുകയറുന്നത്. ചൂട് കടുത്തതോടെ പല വന്യമൃഗങ്ങളും കുടിവെള്ളത്തിനും മറ്റുമായാണ് കാടിറങ്ങുന്നത്. കഴിഞ്ഞ ദിവസം കുന്നത്തുകാട് പപ്പനിശ്ശേരി ബിനുവിന്റെ കൃഷിയിടത്തിലെത്തിയ കാട്ടാനകൾ 50-ലധികം കുലച്ച വാഴകളും കവുങ്ങിൻ തൈകളും നശിപ്പിച്ചു. ഒരു മാസത്തിൽ മിക്ക ദിവസങ്ങളിലും കാട്ടാനകൾ എത്താറുണ്ട്. വേനൽ കൂടിയത് കൊണ്ട് വെള്ളത്തിനും ചക്ക, മാങ്ങ പോലുള്ളവ കഴിക്കാനുമാണ് ആനകൾ കൂടുതൽ എത്തുന്നത്. കഴിഞ്ഞ ഒരു മാസത്തിനിടെ 3 തവണകളിലായി ബിനുവിന്റെ തോട്ടത്തിൽ ഇറങ്ങിയ കാട്ടാനകൾ 200-ലധികം വാഴകളാണ് നശിപ്പിച്ചത്. നഷ്ടപ്പെട്ടതിന്റെ പകുതി പോലും നഷ്ടപരിഹാരമായി ലഭിക്കാറില്ലെന്ന് ബിനു പറഞ്ഞു. നമ്മുടെ ഇവിടെ ഈ ഇതിനകത്തേക്ക് എല്ലാ ദിവസം എന്ന് പറഞ്ഞ പോലെ തന്നെ ആന വരുന്ന ഒരു അന്തരീക്ഷമാണ്. അതിൽ മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും വെച്ച് ഇവിടെ ആന ഇറങ്ങാറുണ്ട്. അതിൽ നമ്മൾ ഒരു പടക്കം പൊട്ടിക്കണമെങ്കിൽ 25 രൂപ ചിലവ് വരുന്നുണ്ട് ഒറ്റ പടക്കത്തിന്. അങ്ങനെ 2ഉം 3ഉം പടക്കം പൊട്ടിച്ചിട്ടൊക്കെയാണ് രാത്രിയിൽ സംഭവം നമ്മൾ രാത്രി നേരം വിളിപ്പിക്കുന്നത്. അതിനിടയിൽ ഒരു ദിവസം അങ്ങനെ പൊട്ടിക്കാൻ എന്തെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ അന്ന് ആന ഇറങ്ങി നിരത്തുകയും ചെയ്യും. അതേ സംഭവിച്ചിരിക്കുന്നത്. ഇന്നലെ അതേപോലെ തന്നെ. ഇന്നലെ വൈകുന്നേരം പൊട്ടിച്ച് ഒരു പടക്കേ പൊട്ടിച്ചിട്ടുള്ളൂ. ഒരു 2 മണിയൊക്കെ പൊട്ടിച്ചില്ല. അതിനുശേഷം വന്ന് ആന ഇറങ്ങുകയും ചെയ്തു. നമ്മൾ ഒരു പ്രാവശ്യം ആന ഇറങ്ങുന്നു, നമ്മൾ നമ്മുടെ എല്ലാ പരിപാടികളും നിർത്തിവെച്ച് ഫോറസ്റ്റുകാരെ കൊണ്ടുവന്ന് കാണിക്കുന്നു. RRTനെ വിളിക്കുന്നു, അവർ വരുന്നുണ്ട്. അവരുടെ സഹകരണമൊക്കെ പരിപൂർണമായിട്ട് കിട്ടുന്നുണ്ട്. പക്ഷേ ആന ഇവിടുന്ന് പിൻവാങ്ങുന്നില്ല. പിന്നെ ഫോറസ്റ്റിൽ നമ്മൾ അപേക്ഷ വെക്കും. അപേക്ഷകൾ ഇങ്ങനെ സ്വീകരിക്കുന്നതല്ലാണ്ട് നമുക്ക് അതിന് യാതൊരുവിധ ഇത് നമുക്ക് ഇതുവരെ കിട്ടിയിട്ടുമില്ല. ഒരു പ്രാവശ്യം കിട്ടിയിട്ടുണ്ട്, അതിന് ശേഷമുള്ളതൊന്നും കിട്ടിയിട്ടില്ല. ഇപ്പോൾ വന്നു 10-25 വാഴ കളഞ്ഞു. ഇതിന് മുമ്പ് വന്നു 40 വാഴയോളം 2 ജാതിയും കളഞ്ഞു. അതിന് മുമ്പ് പ്രാവശ്യം വന്നു 5 കവുങ്ങും ജാതിയും വാഴയും അത്രയും സാധനങ്ങൾ കളഞ്ഞു. അങ്ങനെ ഓരോ പ്രാവശ്യവും നമ്മൾ ഉണ്ടാക്കുന്നു, അത് ആന വന്ന് തകർത്തുകൊണ്ടിരിക്കുന്നു. ഇതിനെന്തെങ്കിലും ഒരു ശാശ്വതമായൊരു പരിഹാരം ഉണ്ടാകുകയാണെങ്കിൽ ഉണ്ടാക്കി തരണമെന്നാണ് നമുക്ക് നാട്ടുകാരെന്നുള്ള രീതിയിലും ഈ ഭൂമിയുടെ ഉടമസ്ഥൻ എന്നുള്ള നിലയിലും എനിക്ക് പറയാനുള്ളത്. അതിരാവിലെയാണ് കൂടുതലും കാട്ടാനകൾ ഇറങ്ങുന്നത്. അതിനാൽ റബ്ബർ കർഷകരെയും കാര്യമായി ബാധിക്കുന്നുണ്ട്. കോഴിക്കോട് ഈ പ്രദേശത്ത് ജനങ്ങൾ അനുഭവിക്കുന്ന വലിയൊരു ദുരിതമാണ് ഈ ആനകളുടെ ശല്യം, കാട്ടുമൃഗങ്ങളുടെ ശല്യം. ഇവിടെ ഇന്നലെ രാത്രി ഈ കഴിഞ്ഞ വെളുപ്പിന് ഇറങ്ങിയ ആന നശിപ്പിച്ച വാഴകളും കവുങ്ങും ജാതി തുടങ്ങിയ സാധനങ്ങളൊക്കെയാണ് ഈ കിടക്കുന്നത് മുഴുവനും. അത് വലിയൊരു ആനയാണ്, ചെറുതൊന്നുമല്ല. അതിൽ കാൽപാദം കാണുമ്പോൾ തന്നെ അറിയാം വലിയ ആനയാണെന്നുള്ളത്. ഇത് ഇവിടുത്തെ ജനങ്ങൾ ഒരുപാട് ദുരിതം അനുഭവിക്കുന്നു. ഇതിൻ്റെ പേരിൽ ഒരുപാട് അനുഭവിക്കുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ച തൊട്ടപ്പുറത്ത് പറമ്പുകളിൽ വന്ന് ഇറങ്ങി ഇതുപോലെ വാഴ എല്ലാം നശിപ്പിച്ച് കളഞ്ഞു പോയി. ഇന്ന് വെളുപ്പിൽ വന്നു. ഇത് തുറന്നുകൊണ്ട് പോകുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇവിടെ കൃഷി ചെയ്തവർക്ക് അവരുടെ വിളവുകളൊന്നും കിട്ടുന്നില്ല, ആദായം കിട്ടുന്നില്ല, അധ്വാനം മുഴുവൻ നശിച്ചു പോകുന്നു. അപ്പോൾ അതുകൊണ്ട് ഇതിന് ശാശ്വതമായ പരിഹാരം തന്നെ നമുക്ക് ആവശ്യമാണ് ഇവിടെ.